രൂക്ഷമായ കയ്യേറ്റത്താൽ ഒഴുക്കുനിലച്ച ചെങ്ങന്നൂർ ഉത്തരപ്പള്ളിയാറിന്റെ കയ്യേറ്റം പഠിക്കാൻ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി. പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംഘം പരിശോധന നടത്തിയത്. അച്ചൻകോവിലാറിന്റെ ഭാഗമായ വെൺമണിയിൽ നിന്നും ആരംഭിച്ച് ആല, ചെറിയനാട്, പുല്യൂർ, ബുധനൂർ കടന്ന് പമ്പയാറിൽ അവസാനിക്കുന്ന ഉത്തരപ്പള്ളിയാറിന്റെ ഭാഗങ്ങളിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. റവന്യൂ, പഞ്ചായത്ത് ഇറിഗേഷൻ, PWD എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയാണ് നടന്നത്. ജൂണിലാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. ഉത്തരപ്പള്ളിയാർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് കയ്യേറ്റം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിരന്തരമായ സമരങ്ങളുടെയും നിവേദനങ്ങളുടെയും ഫലമായി ഉത്തരപ്പള്ളിയാറിനെ വീണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. അതനുസരിച്ച് റവന്യൂ സംഘം സർവേ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. ഉത്തരപ്പള്ളിയാറ് തെളിയുന്നതിന് വേണ്ടി അത് ഈ വെള്ളക്കെട്ട് മലിനജലം ഒഴുകിപ്പോകുന്നതിനും ഈ മഴക്കാലത്ത് നൂറുകണക്കിന് ആളുകളെ ഇതിന് രക്ഷിക്കുന്നതിനും ഉത്തരപ്പള്ളിയാറ് തെളിഞ്ഞാൽ മതിയാകും. അപ്പോൾ ഉത്തരപ്പള്ളിയാറ് തെളിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ കുടിവെള്ളം മലിനജലമാണ് കിണറുകളിലെല്ലാം. അതായത് മഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുക ഇപ്പൊ കിണറുകളിലൊക്കെ. നല്ല കുടിവെള്ളം കിട്ടുന്നില്ല. ഈ മഴക്കാലത്ത് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അതിന് ഉത്തരപ്പള്ളിയാർ തെളിയണമെന്ന് ആഗ്രഹിക്കുന്നു. പല സ്ഥലത്തും ഉത്തരപ്പള്ളിയാറിന്റെ രേഖകൾ രാജഭരണകാലത്തെ രേഖകളിൽ പോലും കാണാനില്ല. ഉത്തരപ്പള്ളിയാർ സർവേയിൽ ചെറുതും വലുതുമായി 145 കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. പമ്പയും അച്ചൻകോവിലാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 18 കിലോമീറ്റർ നീളത്തിലാണ് ആറൊഴുകിയ വഴി. വെൺമണി പുത്താറ്റിൻകരയിൽ തുടങ്ങി എണ്ണക്കാട് വില്ലേജിലെ ഇല്ലിമലയിലാണ് അവസാനിക്കുന്നത്. ഏതാണ്ട് 40 വർഷമായി ആറ് ഓർമ്മ മാത്രമാണ്. കരപ്രദേശമായ ഭാഗത്ത് ഇരുനില കെട്ടിടങ്ങൾ ഉയർന്നു. ആറൊഴുകിയ കഥയറിയാതെയാണ് പലരും ഇവിടെ ഭൂമി വാങ്ങിച്ചതും കെട്ടിടങ്ങൾ പണിതതും. വസ്തുവിന്റെ ആധാരവും മറ്റും കൈവശമുള്ള ഇവരിൽ പലരും കരമടക്കുന്നുണ്ട്. അതിനിടെ ആറിനെ വീണ്ടെടുക്കാനുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി ആറിന്റെ പുനരുജ്ജീവനത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടിയെങ്കിലും നടപടി ഇഴയുകയാണ്. 2018 ആറിന്റെ പുനരുജ്ജീവന നടപടിക്കനുകൂലമായി കോടതി വിധിയും വന്നിരുന്നു. ഇതിന്റെ പകർപ്പുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കും റവന്യൂ, ഇറിഗേഷൻ, കൃഷിവകുപ്പുകൾക്കും കൈമാറിയിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചെങ്ങന്നൂർ RDO വിജയസേനൻ, ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫ്, ചെങ്ങന്നൂർ ഭൂരേഖ തഹസിൽദാർ ഷീബ മാത്യു, ഡെപ്യൂട്ടി തഹസിൽദാർ സ്റ്റാൻലി ജോൺ, ആലപ്പുഴ ജോയിന്റ് ഡയറക്ടർ ശ്രീകുമാർ എന്നിവർ സർവേയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.